ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ രാധേയ എന്ന കന്നഡ സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു ചെറിയ ആൺകുട്ടിയാണ് നമ്മൾ കാണിക്കുന്നത്. ഈ ചെറിയ കുട്ടിക്ക് ഇപ്പോൾ ഒരു അനിയത്തി കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ അനിയത്തിയെ ഇവൻ നന്നായി നോക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ എപ്പോഴും കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, യാതൊരു പണിക്കും പോകില്ല. രണ്ടാനമ്മയായ ഒരാളുണ്ട്, അവരാണെങ്കിൽ അച്ഛനെയും ചീത്ത വിളിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾ രണ്ടുപേരെയും ചീത്ത വിളിക്കുന്നു. നാശങ്ങൾ ചത്തു തുടങ്ങാൻ നന്നായിരുന്നു എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ആ രണ്ടാനമ്മ അവർക്ക് ഇഷ്ടപ്പെട്ട ആണുങ്ങളെയൊക്കെ വീട്ടിൽ വരുത്തി അവരുടെ കൂടെ ഒന്നിച്ച് കഴിയുന്നു. അച്ഛനിതൊന്നും ചോദിക്കുന്നില്ല, പക്ഷെ ഈ ആൺകുട്ടിക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഈ രണ്ടാനമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇവൻ ആലോചിക്കാൻ തുടങ്ങുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് കഥ ഇപ്പോൾ പ്രസന്റിലേക്ക് വരുന്നു. പോലീസ് സ്റ്റേഷൻ വാതിൽക്കൽ 2 പോലീസുകാർ മരത്തിൽ തൂങ്ങി മരിച്ചതുപോലെ കിടക്കുന്നു. കൂടാതെ അവിടെ ഒരു വലിയ ആൾക്കൂട്ടവും ഉണ്ട്. ഇപ്പോൾ വന്ന പ്രധാന പോലീസ് ഓഫീസർ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങുന്നു. റോഡിലൊക്കെ ഡാൻസ് കളിക്കുന്ന വിദ്യ ആട്ടുന്ന ആളില്ലേ, അതുപോലൊരു സംഘം രാത്രി ഈ വഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനിലുള്ള പോലീസുകാർ ഇവരെ വിളിച്ച് കളിയാക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ സമ്പാദിച്ച കാശ് മുഴുവനും പിടിച്ചു വാങ്ങി. ഈ സംഘത്തിന്റെ തലവൻ നടന്ന കാര്യങ്ങൾ പറയാണ്. അവർ കാശ് പിടിച്ചു വാങ്ങി, അതുപോലും ഞങ്ങൾ കാര്യമാക്കിയില്ല. പക്ഷെ പോകെ പോകെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളോട് അവർ മോശമായി പെരുമാറി, ഞങ്ങളെ ലോക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ദൈവം പോലെ ഒരാൾ വന്നത് എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങുന്നു. ഇപ്പോൾ നടന്ന കാര്യം നമുക്ക് കാണിച്ചു തരാണ്. യഥാർത്ഥത്തിൽ പോലീസുകാർ ഈ ആക്രമണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹുഡിയിട്ട ഒരു വ്യക്തി അവിടേക്ക് വരുന്നു. ഇയാളാണ് ഈ സിനിമയിലെ ഹീറോ. വന്ന ഉടനെ അവിടെയുള്ള പോലീസുകാരെയൊക്കെ ഇട്ട് നന്നായി തല്ലാണ്. അതിൽ തെറ്റ് ചെയ്ത 2 പേരെയാണ് ഇയാൾ തൂക്കിലിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. കൊലപാതകം ചെയ്ത ആളെ ഈ തലവൻ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടിട്ട് ഇൻസ്പെക്ടർക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അവൻ ആരായാലും ശരി, അവനെ ഞാൻ വേഗം പിടിക്കും എന്നൊക്കെ അദ്ദേഹം അഭിമുഖം നൽകുന്നു. ഹുഡിയിട്ട ആ കൊലയാളി ഈ 2 കൊലപാതകം മാത്രമല്ല ചെയ്തത്, ഇതിനു മുൻപും ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് പറഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്പെക്ടർക്ക് ഫോൺ കോൾ വഴി ഒരു വിവരം ലഭിക്കുന്നു. അവൻ തന്നെ സറണ്ടർ ആയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. നമ്മുടെ ഹീറോ എന്തിനാണെന്ന് അറിയില്ല, അവരായിട്ട് വന്ന് സറണ്ടർ ആയിരിക്കുകയാണ്. അയാൾ ഇങ്ങനെ ഇരിക്കും എന്ന് പോലും ഇവർക്കറിയില്ല. പക്ഷെ അയാൾ തന്നെ വന്ന് സറണ്ടറായി, ഞാനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് 36 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ ഫ്ലാഷ് ന്യൂസായി അത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ അയാൾ ഒരു കാര്യം കൂടി പറയുന്നു. ഇയാൾ കല്യാണം കഴിച്ച ഒരാളുടെ കൂടെ ജീവിക്കുകയായിരുന്നു. അവർ നിറവയറുള്ള ഗർഭിണിയായിരുന്നു. അവരെയും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 36 കൊലപാതകം ചെയ്തത് പോലും മനസ്സിലാക്കാം. പക്ഷെ സ്വന്തം ഭാര്യ എന്തിനാണ് ഇയാൾ കൊന്നത് എന്നെല്ലാവരും ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇയാളെ കോടതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജഡ്ജിയോട് ഇയാൾ സത്യങ്ങളെല്ലാം സമ്മതിക്കുന്നു. അതെ, ഞാനാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത്. എന്നെ വെറുതെ വിട്ടാൽ ഇനിയും ഞാൻ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യും. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ശിക്ഷ നൽകുന്നതാണ് നല്ലത് എന്ന് ഇയാൾ തന്നെ പറയാണ്. ഇയാൾക്ക് വേണ്ടി ഒരാൾ വാദിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി ആരും സംസാരിക്കേണ്ട, എനിക്ക് വേഗം ശിക്ഷ തരൂ എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാൾ തന്നെ ധാരാളം കൊലപാതകങ്ങൾ ചെയ്തത് സമ്മതിച്ചല്ലോ, അതുകൊണ്ട് ജഡ്ജി ഇയാൾക്ക് തൂക്കുകയർ വിധിക്കുന്നു. അതിനെപ്പറ്റി കുറച്ചു പോലും വിഷമിക്കാതെ ഇയാൾ അവിടെ നിന്നും പോവാണ്. മാധ്യമങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, മറുപടി പറയാതെ ഇയാൾ പോവാണ്. ഇയാളെ ഒരു ജയിലിലിടുന്നുണ്ട്. ആ ജയിലിലുള്ളവരെയൊക്കെ ഇയാൾ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഒരുപാട് കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ വന്നവരുണ്ടാവുമല്ലോ, അവരെയാണ് ഇയാൾ പ്രധാനമായും നോക്കുന്നത്. അങ്ങനെ ഒരു 6-7 പേരുണ്ട്. ഇവന്മാരുടെ കഥ കഴിക്കണം എന്ന് ഇയാൾ ആലോചിക്കുകയാണ്. മനഃപൂർവ്വം അവരുടെ അടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കുന്നു. ആ പ്രശ്നത്തിൽ എല്ലാവരും അടിക്കാൻ വരുമല്ലോ, അവരെയൊക്കെ ഒരു റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ അവരുടെ എല്ലാവരുടെയും കഥ ഇയാൾ കഴിക്കുകയാണ്. പുറത്ത് തെറ്റ് ചെയ്യുന്നവരെ കൊല്ലുന്നത് പോലെ അകത്തും കൊല്ലുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ് ഇൻസ്പെക്ടർക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നീ ഇത്ര വലിയ ആളാണോ? എന്തിനാണ് ഇത്രയും കൊലപാതകങ്ങൾ ചെയ്തത്? നീ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ചെയ്യാമെന്ന് കരുതുന്നുണ്ടോ? അവർ തെറ്റ് ചെയ്താലും അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകിക്കൊള്ളാം. നീ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ദേഷ്യപ്പെടുകയാണ്. അതോർത്ത് ഹീറോ കുറച്ചുപോലും വിഷമിക്കുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന രീതിയിൽ വളരെ കൂളായി സംസാരിക്കുകയാണ്. ഹീറോയുടെ ഭാഗത്തുള്ള ന്യായം സംസാരിക്കാൻ ഗവൺമെന്റ് സൈഡിൽ നിന്നും ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇയാൾ ആ വക്കീലിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വക്കീൽ ഇയാളോട് സംസാരിക്കാൻ വരാൻ തന്നെ ഭയപ്പെടുകയാണ്. കാരണം ഇപ്പോൾ അത്രയും കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, കുറച്ച് പേടിച്ചാണ് ഇയാളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. വക്കീൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹീറോ തനിയെ സംസാരിക്കുന്നു. അതായത് ഹീറോയ്ക്ക് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ശബ്ദത്തോടാണ് ഇയാൾ സംസാരിക്കുന്നത്. ഹീറോയ്ക്ക് എന്തൊരു പ്രശ്നമുണ്ട് എന്ന് വക്കീൽ ആലോചിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യങ്ങളും പറയൂ, നിങ്ങളുടെ ശിക്ഷ കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം എന്ന് വക്കീലും പറയുകയാണ്. എന്നാൽ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല, നീ എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞ് ഇയാളെ പറഞ്ഞയക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വക്കീലിനെ അയച്ചത് ആരാണെന്നറിയാമോ? ഈ ഇൻസ്പെക്ടറാണ്.
കാരണം ഹീറോ എന്തിനാണ് സറണ്ടർ ആയത്, നമ്മൾ പിടിക്കാതെ തന്നെ അയാൾ എന്തിന് സറണ്ടർ ആയി, അയാളുടെ പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വക്കീലിനെ അയച്ചത്. ഇപ്പോൾ വക്കീൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും സംസാരിച്ച് അവനിൽ നിന്നും സത്യം വാങ്ങുക എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ വീണ്ടും വക്കീലിനെ അയക്കുകയാണ്. വക്കീൽ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക, എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ എന്ത് പറ്റുമോ അത് ചെയ്യാം. ഇപ്പോൾ ഹീറോ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഒരു പുസ്തകമായി മാറ്റണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ ഒരു റൈറ്ററിനെ വേണം എന്ന് ചോദിക്കുന്നു. റൈറ്റർ എന്തിനാ, എന്നോട് പറ, ഞാൻ തന്നെ എഴുതാം എന്ന് വക്കീൽ പറയാണ്. നീ എഴുതിയാൽ ശരിയാവില്ല, ഒരു പ്രൊഫഷണൽ റൈറ്റർ എഴുതിയാലേ ശരിയാവും. റീസെൻ്റായി ഞാനൊരു റൈറ്ററെ കണ്ടു, അവരുടെ പേര് അനുപമ നിരഞ്ജൻ എന്നാണ്. അവരോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് ഇവിടെ കൊണ്ടുവരണം. ഞാൻ അവരുടെ അടുത്ത് എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യൂ എന്ന് പറയാണ്. ഇതെല്ലാം ഇൻസ്പെക്ടർ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടെന്ന് ഹീറോയ്ക്ക് അറിയാം. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞത് ഏർപ്പാടാക്ക് എന്ന് ഹീറോ പുറത്ത് നോക്കി പറയാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും അവൻ അറിയുന്നുണ്ട് എന്ന് ഇൻസ്പെക്ടർ ആലോചിക്കുകയാണ്. അങ്ങനെ ആ അനുപമ നിരഞ്ജൻ എന്ന വ്യക്തി വരികയാണ്. ഇപ്പോൾ കണ്ണാടി വഴി ഇയാളെ കാണാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ലൈറ്റ് വരുന്നുണ്ട്. അയാൾ എതിർവശത്ത് നിന്ന് ഇവരെ പേടിപ്പിക്കുന്നു. ഇവർ വല്ലാതെ പേടിച്ചു പോകുന്നുണ്ട്. വക്കീൽ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ ഇൻസ്പെക്ടർ അവിടേക്ക് വരുന്നുണ്ട്. ഇവനോട് സംസാരിക്കാൻ നിനക്ക് പേടിയുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. പേടിയൊന്നുമില്ല എന്ന് ഇവരും പറയുന്നു. നിനക്ക് സപ്പോർട്ടിനായി ഈ വക്കീലും വരും എന്ന് അദ്ദേഹം പറയാണ്. വക്കീലാണെങ്കിൽ നന്നായി പേടിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും സംസാരിക്കാനായി ഉള്ളിലേക്ക് വരികയാണ്. അനുപമ പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് മുഴുവനായി അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് എന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചത്, ആദ്യം അത് പറ. നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഹീറോ ചോദിക്കുകയാണ്. ഞാൻ നിന്നെ കണ്ടിട്ടില്ല എന്ന് അനുപമ പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോ, ഞാൻ 42 കൊലപാതകം ചെയ്തിട്ടുണ്ടല്ലോ, ആ കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുത്തിയത് എന്ന് പറയുന്നു. അത് കേട്ട് വക്കീൽ കൺഫ്യൂസ് ആവുന്നുണ്ട്. 36 കൊലപാതകമല്ലേ നീ ചെയ്തിട്ടുള്ളൂ, അതെന്താ 42 എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. മാധ്യമങ്ങളാണ് ഞാൻ 36 കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത്, എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ 42 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വില്ലത്തരമായി ഇയാൾ പറയാണ്. ഇവൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇൻസ്പെക്ടർ പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളിലുള്ള ഇവർ രണ്ടുപേരും കുറച്ച് പേടിക്കാൻ തുടങ്ങുന്നുണ്ട്. അനുപമ ചോദിക്കുന്നുണ്ട്, ആ 42 പേരിൽ നിന്റെ ഭാര്യ ഉൾപ്പെടുമോ? നിന്റെ ഭാര്യ മരിക്കുമ്പോൾ നിറവയറുള്ള ഗർഭിണിയായിരുന്നു, സോ വയറ്റിനുള്ളിലും ഒരു ജീവനുണ്ടായിരുന്നു. ആ ജീവനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും ഇയാളുടെ മുഖം മാറുന്നുണ്ട്. ചെറുതായി ഇയാൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവള് പറയുന്നു, 10 വയസ്സിൽ നിന്ന് തന്നെ നീ നിന്റെ കൊലപാതകങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യമായി നിന്റെ അമ്മയാണ് നീ കൊന്നത്, എങ്ങനെ അമ്മയെ കൊല്ലാൻ മനസ്സ് വന്നു എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ്. ഇത് കേട്ട് ഇയാൾ ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. അവളൊന്നും എൻ്റെ അമ്മയല്ല, അവൾ എൻ്റെ രണ്ടാനമ്മ മാത്രമാണ്, എൻ്റെ യഥാർത്ഥ അമ്മ എപ്പോഴോ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഇയാൾ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ പയ്യനെ കാണിച്ചല്ലോ, അത് ഹീറോ തന്നെയാണ്. യഥാർത്ഥത്തിൽ രണ്ടാനമ്മ ഒരുപാട് ആണുങ്ങളെ വീട്ടിൽ വരുത്തി ഒന്നിച്ചു കഴിയുന്നത് കണ്ടപ്പോൾ ഇവന് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവൻ രണ്ടാനമ്മയുടെ കഥയും കഴിച്ചു. അതുകൊണ്ടാണ് ഇവൻ ജുവനൽ ഹോമിൽ പോയത്. അതിനുശേഷം പുറത്തു വന്ന് ഒരുപാട് കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് യഥാർത്ഥ അമ്മയെക്കുറിച്ച് ഇവൻ ഒരു ഫ്ലാഷ് ബാക്ക് വഴി പറയാൻ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഇവന് യഥാർത്ഥ അമ്മ ആരാണെന്ന് അറിയില്ല. യഥാർത്ഥ അമ്മ ഇവനെ വളർത്താൻ കഴിയാതെ ഒരിടത്ത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആ ആശുപത്രിയിൽ നഴ്സായി ജോലി ചെയ്യുന്നവരാണ് ഇവനെ എടുത്തു വളർത്തിയത്. ഈ കുട്ടി ആരുടേതാണ് എന്ന് അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു നോക്കുന്നു. എല്ലാവരും അറിയില്ലെന്ന് പറഞ്ഞു. അമ്മയാണ് ഉപേക്ഷിച്ച് പോയതെന്ന് മനസ്സിലാവുന്നു. ശരി, നമുക്ക് അമ്മയാകാമെന്ന് കരുതി ഇവരും വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയത്തും ഇവരുടെ ഭർത്താവ് എപ്പോഴും കുടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പണിക്കൊന്നും പോവില്ല. സാറില്ല, നമുക്ക് തന്നെ ഈ കുട്ടിയെ വളർത്താം എന്ന് ഇവരും വളർത്താൻ തുടങ്ങുകയാണ്. ഏകദേശം ഈ പയ്യന് കുറച്ച് വയസ്സൊക്കെ ആവുന്നുണ്ട്. ഈ സമയം ഇവരും പ്രഗ്നന്റ് ആവുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയെ ഇവനാണ് നന്നായി നോക്കാൻ തുടങ്ങുന്നത്. അമ്മ ഉത്സവത്തിന് വരുമ്പോൾ അവിടെയുള്ള ദൈവത്തെക്കുറിച്ച് മകനോട് പറയുന്നു. തെറ്റ് ചെയ്താൽ ദൈവം ശിക്ഷിക്കും, അതുപോലെ ആര് തെറ്റ് ചെയ്താലും ശരി നീ ശിക്ഷിക്കണം എന്നൊക്കെ മകനോട് പറഞ്ഞ് ഇവർ വളർത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ശാരീരികമായി ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നു. ഇവളെ നീയാണ് നന്നായി നോക്കേണ്ടത് എന്നൊക്കെ മകനോട് ഏൽപ്പിക്കുകയാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ അമ്മ മരിച്ചു പോകുന്നു. ഇതിനു ശേഷം നടന്ന കാര്യമാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ കാണിച്ചത്. ഇതുകൊണ്ടാണ് രണ്ടാനമ്മയെ കൊന്നത് എന്നൊക്കെ ഇയാൾ പറയാണ്. ഹീറോ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൽ ഒരു വക്കീൽ ലേഡിയെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ മകന്റെ മുന്നിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ആ മകൻ അത് കണ്ട് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും, നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഇയാൾക്ക് ആ സംഭവം ഓർമ്മ വരികയാണ്. ഇയാളും നടന്ന കാര്യം പറയാൻ തുടങ്ങുന്നു. ആ ലേഡിയെ സംബന്ധിച്ച് കാശ് വാങ്ങിയിട്ട് എപ്പോഴും തെറ്റായവർക്ക് വേണ്ടി മാത്രമേ വാദിക്കൂ. അതുപോലെ ഒരു യുവതിക്ക് നേരെ അവർ വാദിക്കാൻ തുടങ്ങുകയാണ്. ആ യുവതി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചില ആണുങ്ങളാണ് ആ പെൺകുട്ടിയോട് അതിക്രമം കാണിച്ചത്. എന്നാൽ ഈ ലേഡി ഈ പെൺകുട്ടിയാണ് മോശം, ഈ പെൺകുട്ടിയാണ് കാശിന് വേണ്ടി അവരുടെ കൂടെ പോയത് എന്നൊക്കെ തെറ്റായി സംസാരിക്കുന്നു. ആ സ്ത്രീ ഇങ്ങനെ വാദിച്ചതുകൊണ്ട് ജഡ്ജി അവരെ വെറുതെ വിട്ടുകൊണ്ട് വിധി പറയുന്നു. ഈ കാര്യം ആ പെൺകുട്ടിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ പെൺകുട്ടി ഭയങ്കരമായി കരയാണ്. ആ പെൺകുട്ടി പുറത്തു വരുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു പോലീസിന്റെ കയ്യിലുള്ള തോക്കെടുക്കുന്നു. ആ തോക്ക് വെച്ച് ഈ വക്കീൽ ലേഡിയെ പോയിന്റ് ചെയ്യുന്നു.
ഈ വക്കീൽ ലേഡി കുറച്ച് പേടിച്ചതുപോലെ നോക്കുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടി അവളെ വെടിവെക്കുന്നതിന് പകരം എന്നെ തന്നെ വെടിവെക്കാം എന്ന് കരുതി സ്വയം വെടിവെച്ച് അവിടെ മരിക്കുകയാണ്. ആ പെൺകുട്ടി ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് ഇയാൾ ആ വക്കീലിന്റെ വീട്ടിലേക്ക് പോയത്. അവരുടെ കഥ കഴിക്കാം എന്ന് വിചാരിച്ചു. ഇയാൾ കഥ കഴിക്കാം എന്ന് പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലേഡിയുടെ മകൻ വരുന്നു. മകനെ കാണുന്ന ഇയാളും ഈ ലേഡിയെ തൽക്കാലം വിട്ടേക്കാം എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ഇയാളുടെ മനസാക്ഷി പോലെ ഒന്ന് സംസാരിക്കുമല്ലോ, അവളെ വേഗം കൊല്ല്, ഇവളെയൊക്കെ എന്തായാലും കൊല്ലണം എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇയാൾ ആ ലേഡിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അത് കാണുന്ന മകന് ഭയങ്കര വിഷമാവുന്നു. ഇയാളും മകന്റെ അടുത്തേക്ക് പോവാണ്. മകൻ ഒരു കത്തി എടുത്തിട്ടുണ്ടായിരുന്നു. കത്തി വെച്ച് കുത്തണമെങ്കിൽ കുത്തിക്കോ എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നാൽ മകന് കത്തി വെച്ച് കുത്താൻ മാത്രം ധൈര്യം വരുന്നില്ല. തീർച്ചയായും വളർന്നതിന് ശേഷം നിനക്ക് ധൈര്യം വരും, അപ്പോഴും നിനക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കൊന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമൃത ലൈഫിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് സോഫ്റ്റ് ആവാൻ തുടങ്ങിയത് എന്ന് ഇയാൾ വീണ്ടും ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. ഒരു സ്ഥലത്ത് ഹോളി ആഘോഷം നടക്കുകയാണ്. അവിടെ പുതുതായി ഒരു വീട്ടിലേക്ക് താമസം മാറാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വരുന്നത്. ഹോളി ആഘോഷത്തിൽ കളറൊക്കെ അടിക്കുമല്ലോ, അതുപോലെ ഒരു പെൺകുട്ടി തോക്ക് വെച്ച് ഇയാളുടെ മേലെ കളർ അടിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇയാൾ പെട്ടെന്ന് യഥാർത്ഥ തോക്കെടുത്ത് പോയിന്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ പെൺകുട്ടിയാണ് അമൃത. യഥാർത്ഥത്തിൽ ഇയാളെ സംബന്ധിച്ച് ഫോറൻസിക് ഓഫീസറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇയാൾ ഫോറൻസിക് ഓഫീസറായി ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ തെളിവുകൾ ഇയാൾ തന്നെ നശിപ്പിക്കും. രണ്ടുപേരും ഒരേ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. ആ പെൺകുട്ടിക്ക് സുഖമില്ലാത്തൊരു അമ്മയുണ്ട്. അവരെ ഇവനാണ് നന്നായി നോക്കുന്നത്. ഇടയ്ക്കിടെ ഇവർ രണ്ടുപേരും കാണുമല്ലോ. ചെറുതായി ഇയാൾക്ക് അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ലവ് ഒന്നും സെറ്റായില്ല എന്ന് കരുതി പ്രണയിക്കുന്നില്ല. രാത്രി ഇയാൾ ഒരു കൊലപാതകം ചെയ്യും. രാവിലെ ഫോറൻസിക് ഓഫീസർ പോലെ ആ സ്ഥലത്ത് പോയി തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറയും. അമൃതയെ സംബന്ധിച്ച് സുഖമില്ലാത്ത അമ്മയുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ ബോധം കെട്ട് വീഴാണ്. ഇവരാണ് ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. ഇതുവഴി ഇവർ രണ്ടുപേരും സംസാരിച്ച് അടുക്കാൻ തുടങ്ങുന്നു. റിപ്പോർട്ടറായി ജോലി ചെയ്യുന്ന അമൃതയ്ക്ക് സ്വന്തമായ ഒരു ചാനൽ തുടങ്ങണം എന്ന ആഗ്രഹമുണ്ട്. അമ്മയെ ഇയാളും നന്നായി നോക്കുന്നു. ഇത് കാണുന്ന അമൃതയ്ക്ക് ഇയാളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അമൃതയെ കണ്ടതിന് ശേഷം സോഫ്റ്റ് ആയി എന്ന് നീ പറഞ്ഞല്ലോ, എന്നാൽ അതിനുശേഷമാണ് 4 പേരെ നീ തീ വെച്ച് കൊന്നത്. നിനക്ക് എങ്ങനെ തീ വെച്ച് കൊല്ലാൻ മനസ്സ് വന്നു എന്നൊക്കെ ഇവർ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇയാൾ നടന്ന കാര്യം പറയാൻ തുടങ്ങുന്നു. ഒരു 4 പയ്യന്മാർ ഒന്നിച്ച് പഠിക്കാം എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വരുത്തി. ആ പെൺകുട്ടിയുടെ അതിക്രമം കാണിച്ചു. ഈ പെൺകുട്ടി തീർച്ചയായിട്ടും പുറത്തുപോയി പറയും. അതുകൊണ്ട് ഇവളെ ജീവനോടെ വിടാൻ പാടില്ല എന്ന് കരുതി കത്തിക്കാൻ തീരുമാനിക്കുന്നു. ആ പെൺകുട്ടിയെ ജീവനോടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യം ഹീറോയ്ക്ക് എങ്ങനെയോ അറിവ് കിട്ടുന്നുണ്ട്. അവന്മാർ 4 പേരും നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഒരിടത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലത്തേക്ക് വന്ന ഇയാൾ 4 പേരോടും ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ആ 4 പേരെയും തീ കൊളുത്തി വിട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് കൊളുത്തി വിട്ടത് എന്നൊക്കെ പ്രസന്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാൾ ചെയ്തത് ശരിയാണ് എന്നിവിടെയുള്ള വക്കീലും ഇയാൾക്ക് സപ്പോർട്ടായി സംസാരിക്കുന്നു. എന്നാൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുപമ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചത് വേറെ 4 പേരെ കുറിച്ചിട്ടാണ്, ഇവൻ വേറെ ഏതോ 4 പേരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 പേര് മരിച്ചതിനെ പറ്റി ഒരു റെക്കോർഡും ഇല്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഹീറോ, ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നിങ്ങൾ ആശ്രമത്തിലെ ഒരു 4 പേരെ കൊന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്, ഇപ്പോൾ അവരെ കുറിച്ച് പറയാം എന്ന് പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ തോന്നിയ പോലെ ഹീറോ കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്നിവർക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ ആശ്രമത്തിൽ ചേർന്ന 4 പേരെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ തുടങ്ങുന്നു. ആശ്രമത്തിൽ ഒരുപാട് ചെറിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ, ആ ചെറിയ കുട്ടികളെ തെറ്റായ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഇത് കൂടാതെ അവരെ അവയവങ്ങൾ എടുക്കാനും ഉപയോഗിക്കുന്നു. ഈ കാര്യം ഹീറോയ്ക്ക് അറിയാൻ കഴിയുന്നു. ഹീറോയ്ക്ക് ഒരുപാട് ലിങ്ക് ഉണ്ടാവുമല്ലോ, അതുവഴിയാണ് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ അറിയുന്നത്. ഇപ്പോൾ ഹീറോയും ഒരു ഗെറ്റപ്പിൽ ആ സ്ഥലത്തേക്ക് വരുന്നു. ഇവരുടെ കഥ കഴിക്കണമെന്ന് കരുതി ഇവരുടെ എല്ലാവരുടെയും കഥ കഴിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹീറോ, എനിക്ക് ഭയങ്കര വിശപ്പ്, കഴിക്കാൻ ബിരിയാണി വേണം എന്ന് ചോദിക്കുന്നു. ശരി, ഏർപ്പാടാക്കാം എന്ന് ഇവരും ബിരിയാണി വരുത്തുന്നുണ്ട്. അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പുറത്ത് നിന്ന് ഇൻസ്പെക്ടറോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇവനൊരു സാധാരണ ആളാണെന്ന് തോന്നുന്നില്ല. ഏതോ ഒരു കൊലപാതകത്തെക്കുറിച്ച് ചോദിച്ചാൽ വേറെ ഏതോ ഒരു കൊലപാതകത്തെക്കുറിച്ച് പറയുന്നു. ഇതുപോലെ ഇവൻ പറയാത്ത എത്ര കൊലപാതകങ്ങളുണ്ടെന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇവനെ ഞങ്ങൾ പിടിച്ചതല്ല, അവൻ തന്നെ വന്ന് സറണ്ടർ ആയതാണ്. അവൻ സറണ്ടർ ആയതിലും എനിക്കെന്തോ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്ത് പ്ലാനാണെന്ന് അറിയാനാണ് നിന്നോട് സംസാരിക്കാൻ പറഞ്ഞത്. എങ്ങനെയെങ്കിലും സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്ലാൻ കണ്ടുപിടിക്കുക എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ നോക്കിക്കോളാം എന്ന് ഇവരും സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഇയാളോട് സംസാരിക്കാൻ ഉള്ളിലേക്ക് വരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എനിക്ക് ലവ് സെറ്റ് ആവില്ല എന്നല്ലേ ഇവർ ആലോചിച്ചത്, പിന്നെ എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചത് എന്ന് ആ വക്കീൽ ചോദിക്കുകയാണ്. ഇയാളും ആ കാര്യം പറയാൻ തുടങ്ങുന്നു. ഇയാൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ഇയാളും അവരെ കാണാൻ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അവളുടെ അമ്മ മരിച്ചുപോയി. ഇവർ വാതിൽക്കൽ സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇയാൾ വന്ന ഉടനെ അവൾ ഓടി വന്ന് ഇയാളെ കെട്ടിപ്പിടിക്കുന്നു. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്മ മാത്രമാണ്, അമ്മയെ മരിച്ചുപോയി എന്നൊക്കെ സങ്കടപ്പെടുന്നു. നമ്മുടെ ഹീറോയാണ് ആശ്വസിപ്പിക്കുന്നത്. ഇപ്പോൾ അമ്മയില്ലല്ലോ, നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിച്ചാലോ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. ഇയാൾക്കും അവരെ ഒരുപാട് ഇഷ്ടമാണ്.
പക്ഷെ കല്യാണം കഴിച്ചാൽ പ്രശ്നമാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം ആരെങ്കിലും അറിഞ്ഞാൽ ഇവളുടെ ജീവൻ ആപത്തായിരിക്കും എന്നൊക്കെ ഇയാൾ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം മടിക്കുന്നു. ഒരു ഘട്ടത്തിൽ ശരിയെന്ന് സമ്മതിക്കുന്നു. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു. ഇയാൾ ചെയ്യുന്ന ഒന്നിനെ കുറിച്ചും വൈഫിന് അറിയില്ല. വൈഫ് പ്രഗ്നന്റ് ആവുന്നു. പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ നന്നായി നോക്കണമല്ലോ. ഇയാളും നന്നായി നോക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പാട്ട് പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നുണ്ടല്ലോ, അത് അവളോട് ചെയ്യുന്ന ദ്രോഹമായി നിനക്ക് തോന്നിയില്ലേ എന്ന് അനുപമ ചോദിക്കുന്നു. എനിക്ക് ദ്രോഹമായിട്ടാണ് തോന്നിയത്. ഞാൻ പറയാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഇയാളും പറയാൻ തുടങ്ങുന്നു. പലതവണ അവരോട് പറയാൻ ശ്രമിക്കും, എന്നാൽ പറയണ്ട, പറഞ്ഞാൽ അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും. ഇപ്പൊ വേണ്ട, കുഞ്ഞു ജനിച്ചതിന് ശേഷം പറയാം എന്നൊക്കെ ഇയാൾ ആലോചിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് കുറച്ചായി മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഇയാളുടെ മനസ്സൊക്കെ മാറ്റി പറയാമെന്ന് കരുതി അടുത്തേക്ക് പോവുമായിരുന്നു. അപ്പോഴാണ് മാസ്ക് ഇട്ട കുറെ ആളുകൾ അവിടേക്ക് വരുന്നത്. ഇയാളെ അറ്റാക്ക് ചെയ്യാൻ വരാണെന്ന് ഇയാൾക്ക് മനസ്സിലായി. നമ്മളാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടാണ് ആളുകൾ വന്നിരിക്കുന്നത് എന്ന് ഇയാളും ആലോചിക്കുന്നു. എന്നാൽ വന്നവർ പ്രത്യേകിച്ച് ഇയാളെ കൊല്ലാൻ വന്നതല്ല, ഇയാളുടെ വൈഫിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നേരെ വൈഫിനെയാണ് അടിക്കാൻ പോകുന്നത്. എന്നാൽ ഇയാൾ നടുവിൽ കയറി ഫൈറ്റ് ചെയ്യുന്നു. ആദ്യം ഭയങ്കരമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ അടിച്ച് താഴെ വീഴ്ത്തുന്നുണ്ട്. ഇപ്പൊ ഇയാൾ താഴെ വീണതിന് ശേഷം വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇയാൾ ഒരുപാട് തടയാൻ ശ്രമിച്ചെങ്കിലും വൈഫിന്റെ കഥ കഴിക്കാൻ പോകുന്നു. വൈഫിന്റെ കഥ കഴിച്ചവൻ ഒരു ഘട്ടത്തിൽ മാസ്ക് മാറ്റി മുഖം കാണിക്കുന്നു. എല്ലാ കൊലപാതകവും ഞാനാണ് ചെയ്തത്, പക്ഷെ എന്റെ വൈഫിനെ ഞാൻ കൊലപ്പെടുത്തിയിട്ടില്ല. കൊലപ്പെടുത്തിയത് ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഭർത്താവായ നിരഞ്ജനാണ് എന്ന് ഇയാൾ പറയാണ്. ഇത് കേൾക്കുന്ന ഇവർ ഭയങ്കരമായി ഷോക്കാവുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത്? എന്റെ ഭർത്താവ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. നിങ്ങളുടെ ഭർത്താവാണ് ചെയ്തത് എന്ന് ഇയാൾ പറയുന്നു. കാരണം പോകുമ്പോൾ അവൻ മുഖം കാണിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇവരുടെ ഭർത്താവിനെ സംബന്ധിച്ച് മിനിസ്റ്റർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു അധികാരിയാണ്. എന്റെ ഭർത്താവ് ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല എന്നിവർ ഇവിടെ ദേഷ്യപ്പെടുകയാണ്. വക്കീലാണ് സമാധാനിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇവരും വീട്ടിൽ വന്ന് നിരഞ്ജനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ അവൻ പറയുന്നുണ്ട്, സത്യമാണോ എന്ന് ചോദിക്കുന്നു. സത്യമാണ് എന്ന് ഇയാളും ഒരു കാര്യം പറയാൻ തുടങ്ങുകയാണ്. മിനിസ്റ്റർ ഇയാളെ ഒരു ഗുണ്ടയെ പോലെയാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹീറോയുടെ വൈഫ് അമൃത ഒരു മീഡിയ പേഴ്സൺ ആണ്. ഈ മിനിസ്റ്റർ ചെയ്ത ഒരുപാട് അഴിമതികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾ പുറത്തു വിട്ടാൽ വലിയ പ്രശ്നമാവും, അവളുടെ കഥ കഴിച്ചേക്ക് എന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ സ്ഥലത്തേക്ക് നിരഞ്ജനും വന്നിട്ടുണ്ടായിരുന്നു. കഥ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്റെ കഥ കഴിച്ചു എന്നാണ് വിചാരിച്ചത്, പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയി എന്നൊക്കെ കളിയാക്കുന്നു. ഇവരും നിങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, ഞാൻ ചെയ്തത് തെറ്റാണ്. ഇപ്പൊ എന്താ, ഈ വിഷയം മാത്രം പുറത്തു പോയാൽ ഞാൻ നിന്നെ കൊല്ലാനും മടിക്കില്ല എന്ന് വാണിങ്ങും കൊടുക്കുന്നു. എന്താ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ഇവരും ഇവിടെ സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പോൾ അനുപമ തിരികെ ഹീറോയെ കണ്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. നീ പറഞ്ഞത് സത്യമാണ്, എൻ്റെ ഭർത്താവാണ് ആളുകൾ വഴി ഈ കാര്യം ചെയ്തത്. ഇതറിഞ്ഞിട്ടും നീ എങ്ങനെ വെറുതെ ഇരുന്നു? നീ വിചാരിച്ചിരുന്നെങ്കിൽ പുറത്തുള്ള എൻ്റെ ഭർത്താവിനെ കൊല്ലാമായിരുന്നല്ലോ. നീ എന്താണ് അയാളെ മാത്രം കൊലപ്പെടുത്താതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. കാരണം ഹീറോ തോന്നിയ പോലെ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. വൈഫിനെ കൊലപ്പെടുത്തിയവനെ എന്തിനാണ് വെറുതെ വിട്ടത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അതിന് ഇയാൾ, എൻ്റെ അനിയത്തിയുടെ ഭർത്താവിനെ ഞാൻ എങ്ങനെ കൊല്ലും എന്ന് ചോദിക്കുന്നു. എന്ത്, ഞാൻ നിന്റെ അനിയത്തിയാണെന്നോ എന്നിവർ ഷോക്കാവുന്നുണ്ട്. ഞാൻ ആശ്രമത്തിലാണ് വളർന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നിന്നെക്കുറിച്ച് എനിക്കൊരു ഓർമ്മയില്ല എന്ന് പറയുന്നു. നീ കള്ളം പറയരുത്. ഞാൻ കള്ളം പറയുന്നില്ല, സത്യമാണ് പറയുന്നത് എന്ന് ഇയാളും നടന്ന കാര്യം പറയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ അമ്മ കുട്ടിയെ നന്നായി നോക്കണം എന്ന് പറഞ്ഞ് മരിച്ചു പോയല്ലോ. അനിയത്തിയെ നന്നായി നോക്കണം എന്ന് ഇയാൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ആ രണ്ടാനമ്മ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ. രണ്ടാനമ്മയുടെ കഥ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. നോക്കിക്കോണേ എന്ന് പറഞ്ഞ് ഇവർ അച്ഛന്റെ ഉത്തരവാദിത്തത്തിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് അനിയത്തി ആശ്രമത്തിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നടന്നത് എന്നൊക്കെ ഇയാൾ പറയാണ്. യഥാർത്ഥത്തിൽ ആശ്രമത്തിൽ അനിയത്തി ഉള്ളപ്പോഴും ഇയാൾ നന്നായി തന്നെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇയാൾ 18 വയസ്സായ ഉടനെ ജയിൽ വിട്ട് പുറത്തു വന്നല്ലോ. പുറത്തുള്ള അനിയത്തി ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരും. അനിയത്തി അറിയാതെ തന്നെ അവളെ കാണും. അനിയത്തി അറിയാതെ തന്നെ അവളുടെ വളർച്ചയ്ക്ക് സഹായങ്ങളൊക്കെ ചെയ്യും. അതിനുശേഷമാണ് അവൾ നിരഞ്ജൻ എന്നൊരാളെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രണയിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ പോലും ഇവൻ മാറി നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ അനിയത്തിക്ക് പ്രസവവേദന വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ആരുമില്ല. അവനും അടുത്ത് പോകാമെന്ന് കരുതി ആ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വേഗത്തിൽ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി കണ്ടിട്ടുണ്ടായിരുന്നു ഇവനെ. അതുകൊണ്ടാണ് എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അനിയത്തി ഇപ്പം ആദ്യം മയക്കത്തിലായതുകൊണ്ട് ശരിക്കും കണ്ടില്ല. ഇപ്പോഴാണ് അനിയത്തിക്ക് ഈ കാര്യങ്ങളൊക്കെ സ്ട്രൈക്ക് ആവുന്നത്. ഹീറോയ്ക്ക് അയാളുടെ വൈഫ് മരിച്ചു പോയതിനു ശേഷം ജീവിക്കാൻ താല്പര്യം പോയിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ അനിയത്തിയുടെ ഭർത്താവിനെ കൊല്ലാനും ഇഷ്ടമില്ലാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജയിലിലേക്ക് വന്നത് എന്നൊക്കെ ഈ സ്ഥലത്ത് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ തൂക്ക് ശിക്ഷയ്ക്കുള്ള ദിവസം വരുന്നു. ഇയാളെ തൂക്കിലേറ്റാൻ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാണ്. ഇപ്പൊ ഇയാൾ സന്തോഷമായി ആ തൂക്കുകയറിന്റെ അടുത്തേക്ക് പോവാണ്. അതുപോലെ വക്കീൽ ഒരാൾ ഇയാളെ രക്ഷിക്കണം എന്ന് കരുതിയല്ലോ. ഇയാളോട് സംസാരിച്ചത് വഴി ഹീറോ ചെയ്തത് ശരിയാണെന്ന് തോന്നുകയാണ്. ഹീറോയെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ ഇൻസ്പെക്ടർ എപ്പോഴും ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്.
പക്ഷേ ഈ സ്ഥലത്ത് ഇൻസ്പെക്ടറും ഇവൻ ചെയ്തത് ശരിയാണെന്ന് ആലോചിക്കുന്നു. നിരഞ്ജൻ വീട്ടിൽ ഭയങ്കരമായി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഫ് അനുപമ എതിരെ വന്ന് നിൽക്കുന്നുണ്ട്. കയ്യിൽ തൂക്കുമായാണ് നിൽക്കുന്നത്. നമ്മളെ ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അയാളും അഹങ്കാരത്തോടെ ചിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവരും കഷ്ടപ്പെട്ട് ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഹീറോ തൂക്കിലേറ്റപ്പെടുന്നുണ്ട്. അനിയത്തി ഈ സ്ഥലത്ത് ഷൂട്ടും ചെയ്യുന്നുണ്ട്. ഇവർ ഷൂട്ട് ചെയ്തത് അറിഞ്ഞല്ലോ. ഇവള് ഷൂട്ട് ചെയ്തത് അറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യാൻ ആ സ്ഥലത്തേക്ക് വരികയാണ്. പോകുന്നതിന് മുമ്പ് മകന് ഭക്ഷണം കൊടുക്കാമെന്ന് കരുതി ഇവര് ഭക്ഷണം കൊടുക്കാണ്. മകന് ഇതൊന്നും അറിയില്ലല്ലോ. ഞാൻ കുറച്ചു നേരത്തിനുള്ളിൽ വരാമെന്ന് പോലീസിനോട് ഇവർ പറയാണ്. ഇപ്പോൾ മകനും ഡീമൺ എന്നാൽ ആരാണമ്മേ എന്ന് ചോദിക്കുന്നു. അതിനിവർ ദൈവമായ ഡീമൻ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ദൈവം തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൃത്യമായി നൽകിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് ദൈവവും ഒരു പിശാചാണ് എന്നാണ് ഈ സ്ഥലത്ത് ഇവർ പറയുന്നത്. മരിച്ചുപോയ ഹീറോയും ഇപ്പോൾ പരലോകത്തേക്ക് വരുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് അമ്മയെ കാണുന്നു. സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അതുപോലെ ഇയാളുടെ വൈഫായ അമൃത മരിച്ചുപോയല്ലോ, അവരെയും ഈ സ്ഥലത്ത് കാണുന്നുണ്ട്. ഇയാൾ സന്തോഷത്തോടെ അവരെയും കെട്ടിപ്പിടിക്കുന്നു. ഇതോടെ ഈ സിനിമയെ അവസാനിക്കുന്നു. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൂടെ തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.